ടി പി ശ്രീനിവാസൻ, ഇവിടെ തഹാവൂർ റാണ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് അല്പസമയം മുമ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ മണിക്കൂറിലായി ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ 3 മണിക്ക് എത്തി എന്ന് പറഞ്ഞ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ പിന്നീട് NIA നിഷേധിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ച പശ്ചാത്തലമുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? ഈ പറഞ്ഞതുപോലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുള്ള രഹസ്യങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ ഇയാളുടെ വായിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും പ്രതീക്ഷിക്കാം. കാരണം എത്രയോ കാലം കഴിഞ്ഞതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അതൊക്കെ സത്യം പറയാൻ തയ്യാറാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതൊരു റൂട്ടീൻ മാറ്ററാണ്. നമ്മളതിനെപ്പറ്റി ഒരുപാട് ഫസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ കുറ്റം തെളിഞ്ഞിരിക്കുക തന്നെയാണ്. അതുപോലെ US സുപ്രീം കോർട്ട് പോലും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പ്രസിഡന്റ് ട്രംപ് ഒരു സ്പെഷ്യൽ ജെസ്ചർ എന്ന നിലയിൽ അതാണ് ആദ്യം നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ റൂട്ടീനായിട്ട് പോകുന്നു. അതിനെപ്പറ്റി വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഫൈറ്റ് അഗൻസ്റ്റ് ടെററിസം, പർട്ടിക്കുലർലി ആഫ്റ്റർ 9/11. 9/11 ശേഷം എല്ലാവരും പ്രതിജ്ഞയെടുത്തതാണ് ടെററിസം ഇല്ലാതാക്കും. യുണൈറ്റഡ് നേഷൻസിൽ നമ്മൾ അവതരിപ്പിച്ച കോംപ്രിഹെൻസീവ് ആന്റി ടെററിസം റെസൊല്യൂഷൻ ഉടനെ തന്നെ പാസ്സാക്കുമെന്ന് വരെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ UNLC നമുക്കറിയാം, വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ എന്നുള്ള തിയറി കൊണ്ട് ടെററിസം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് പോലുമില്ല. എന്നാലും നമ്മൾ വളരെ ആക്റ്റീവാണ്. സെക്യൂരിറ്റി കൗൺസിലിന്റെ ടെററിസം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇന്ത്യ. നമ്മൾ സെക്യൂരിറ്റി കൗൺസിലുണ്ടായിരുന്നു. ആ ഒരു ചരിത്രമാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് ഉപരിയായി ടെററിസത്തിനെതിരായി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കും എന്നും അങ്ങനെ ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവിന്റെ ലീഡർഷിപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മളത് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഇത് ബോംബെയിലെ ടെററിസം മാത്രമല്ല, ലോകത്തെല്ലാമുള്ള ടെററിസ്റ്റ് നെറ്റ്വർക്കിന്റെ അതില് പാകിസ്ഥാന്റെ താല്പര്യം അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്നറിയാം. അപ്പൊ അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇത് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വളരെ മാറി. ഇയാള് കാനഡക്കാരനാണ്, നമുക്കൊന്നും കാര്യമില്ല. അതായത് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഈ ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുകയായിരുന്നു സാർ. അദ്ദേഹം പറഞ്ഞത് കനേഡിയൻ പൗരനാണ്, നമുക്ക് ഇതിനകത്ത് വലിയ റോളില്ല എന്നാണ്. പക്ഷെ നമുക്കറിയാം വളരെ വ്യക്തമായി പല തെളിവുകളും ഇന്ത്യക്ക് ലഭിച്ച പശ്ചാത്തലമുണ്ട് ഈ മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പിനോട് അസോസിയേറ്റഡ് ആയിട്ടെന്നുള്ളത് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഏത് കാറ്റഗറിയിലാണ് ഇപ്പോഴെന്ന് അറിയില്ല, എന്തായാലും ഗ്രീൻ കാറ്റഗറി. അപ്പോൾ അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഇന്ത്യക്ക് പ്രധാനമായ ഒരു സ്ഥാനം കിട്ടിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ. അങ്ങനെ വേണം നമ്മൾ ഇതിനെ കാണാൻ. ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടേത് ഇന്റർനാഷണൽ ടെററിസത്തിനെതിരായിട്ട്. കാരണം 30 വർഷം മുമ്പ് എല്ലാവരും നിശ്ചയിച്ചതാണ് ടെററിസത്തിനെ അവസാനിപ്പിക്കും. അമേരിക്ക 30 വർഷം യുദ്ധം ചെയ്തു എന്നിട്ട് പോരുകയാണ് ചെയ്തത്. ഒരു തരത്തിലും ഈ ഇന്റർനാഷണൽ ടെററിസത്തിനെ സപ്രസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ആരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടതും പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ്റെ